ഇടിയൻ പോലീസ്. എറണാകുളത്ത് നിന്ന് വീണ്ടും പോലീസ് മർദ്ദനമെന്ന പരാതി വരികയാണ്. വൈപ്പിൻ സ്വദേശികളായ നിതിനും നെസ്റ്റനുമാണ് പോലീസിന്റെ മർദ്ദനമേറ്റതായി പരാതി ഉയരുന്നത്. സ്വകാര്യ വാഹനത്തിൽ മഫ്തിയിലെത്തിയ ഞാറക്കൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ് മർദ്ദിച്ചതെന്നാണ് യുവാക്കൾ പരാതിയിൽ പറയുന്നത്. പോലീസുകാർ ഗുണ്ടകളെ പോലെയാണ് പെരുമാറിയതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഞാനും എൻ്റെ ഈ സുഹൃത്തും കൂടി ബീച്ചിൽ ഡോഗ്സിനായിട്ട് നടക്കാൻ പോയി. തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ ക്രൗഡായിരുന്നു കുറച്ച്. അപ്പൊ നോക്കുമ്പോൾ ഒരു വൈറ്റ് റെനോൾഡ് കാർ ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ഓടി വരിക. അപ്പൊ ഇവനിങ്ങനെ കൈവച്ച് ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ ഒരു സ്ലോ ആക്കുക എന്നുള്ള രീതിയിൽ നേരെ വണ്ടി നിർത്തിയിട്ട് നേരെ ഇറങ്ങി, നീ ആരുടെ പോലീസുകാരുടെ വണ്ടി തടയാന്ന് പറഞ്ഞ് കൈ വലിച്ചിട്ട് ഇവന്റെ ഈ സൈഡിലിട്ട് ഒരൊറ്റ അടി വെച്ച് കൊടുക്കും. അപ്പൊ ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇവിടെ കിട്ടും ഒരു ഇടി ഇടിച്ചായിരുന്നു. പിന്നെ അവിടെ വെച്ച് നല്ല ഇടി കിട്ടി. ഈ ഗുണ്ടായിസം കാണിക്കുന്ന പോലെ ഈ ഞാറക്കൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാ, അവര് കള്ളു കുടിച്ച് ഫിറ്റായിരുന്നു. യൂണിഫോം ഒന്നും ആയിരുന്നില്ല, അവര് സാധാരണ ഡ്രസ്സിൽ ചെരുപ്പൊക്കെ ഇട്ട് വന്നിരിക്കാൻ. അടുത്ത് വന്ന് നിന്നപ്പോൾ നല്ല ആൽക്കഹോളിന്റെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. ഒരാളുടെ പേര് സ്വരാജ്, പിന്നെ ഒരാളുടെ പേര് മിറാഷ്, പിന്നെ ഒരാളുടെ പേര് ശ്രീകാന്ത്. എന്നെ രണ്ട് കൈ പിടിച്ചിട്ട് ഈ കാറിൻ്റെ അകത്തേക്ക് കയറ്റാൻ നോക്കണേ. അപ്പൊ ഞാൻ കയറി കഴിഞ്ഞാൽ പിന്നെ എന്റെ അവസ്ഥ ഒന്നും ആയിരിക്കില്ല. എന്റെ ഓടി ഒരു കാർ ഇങ്ങനെ വളക്കണ ഗ്യാപ്പിൽ വീണ്ടും തിരിച്ച് ഓടി ഞാൻ എങ്ങനെയൊക്കെ ഏതോ പറമ്പിൽ കൂടെയൊക്കെ ഓടി എന്റെ വീട്ടിൽ കയറി. പരാതി പ്രകാരം സംഭവം നടന്നത് ഇങ്ങനെയാണ്. ഇന്നലെ വൈകുന്നേരം 6:30യോടെയാണ് രണ്ട് യുവാക്കളും പുതുവൈപ്പ് ബീച്ചിൽ നടക്കാനിറങ്ങുന്നത്. അപ്പോഴാണ് ആൾക്കൂട്ടത്തിനിടയിലേക്ക് അമിത വേഗതയിൽ വരുന്നൊരു വാഹനം ശ്രദ്ധയിൽപ്പെടുന്നത്. യുവാക്കൾ ഈ വാഹനത്തിന്റെ വേഗത കുറയ്ക്കാൻ ആവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെ വാഹനത്തിൽ നിന്നിറങ്ങിയവർ ഇത് ചോദ്യം ചെയ്യുകയും തങ്ങൾ പോലീസുകാരാണെന്നും പോലീസുകാരുടെ വാഹനം തടയാൻ നിങ്ങൾ ആരാണെന്നും ചോദിച്ച് യുവാക്കളെ മർദ്ദിക്കുകയായിരുന്നു. ക്രൂരമായ മർദ്ദനമാണ് പിന്നീട് ഏൽക്കേണ്ടി വന്നതെന്നാണ് യുവാക്കൾ പരാതിയിൽ പറയുന്നത്. തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പണമടക്കം പോലീസുകാർ അപഹരിച്ചതായും യുവാക്കൾ ആരോപിക്കുന്നു. വിദേശത്ത് നിന്ന് ലീവിന് വന്ന നെസ്റ്റനെ ഇനി തിരിച്ചു പോകാൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യുവാക്കൾ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. പരാതിക്കു പിന്നാലെ പോലീസ് ആഭ്യന്തര അന്വേഷണത്തിനൊരുങ്ങുകയാണ്. മുനമ്പം ഡിവൈഎസ്പിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ എറണാകുളം റൂറൽ SP ആവശ്യപ്പെട്ടിട്ടുണ്ട്.